അങ്ങനെ നമ്മുടെ വീട്ടിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു ബെങ്ങനാപ്പള്ളി മാങ്ങയാണ് ഈ കാണുന്നത്. അപ്പം കുറച്ച് നേരത്തെ വിളഞ്ഞ മാങ്ങകളുണ്ടായിരുന്നു. ബെങ്ങനാപ്പള്ളി മാങ്ങയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് പഴുപ്പിക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന നമ്മുടെ പേയിങ് ഗസ്റ്റുകൾക്ക് കൊടുക്കുമായിരുന്നു. അഡ്വക്കേറ്റ് ജയലക്ഷ്മി മാഡമാണ്. ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ബെങ്ങനാപ്പള്ളി മാങ്ങ കൊടുത്തു. ടേസ്റ്റ് ചെയ്താണെന്ന് ചോദിക്കുക വൈഫ്. അപ്പം അവർ പറഞ്ഞു ബെങ്ങനാപ്പള്ളി അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത് നമുക്കൊരു മാങ്ങ ഉണ്ടായിരുന്നു കാലാപ്പാടി, അതും കൊടുത്തു. അപ്പം ബെങ്ങനാപ്പള്ളി രണ്ടാം സ്ഥാനത്തായി. കാലാപ്പാടി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മാംഗോ. കാരണം വെച്ചാൽ അത് അത്രയും നല്ല തേനൂറും മധുരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല അടിപൊളി മാങ്ങയാണ്. പക്ഷേ മാങ്ങയുടെ സൈസ് വളരെ കുറവാണ്, ചെറിയൊരു സൈസാണ്. അപ്പം നമ്മുടെ ഈ കാലാപ്പാടി മാങ്ങ നല്ല സ്വീറ്റാണെങ്കിലും സൈസിൽ കുറവാണ്. പക്ഷേ ടേസ്റ്റിലും ഇത് സൂപ്പറാണ്. പിന്നെ ബെങ്ങനാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലഷാണ്. എത്ര പഴുത്ത് കഴിഞ്ഞാൽ ഇതായാലും യെല്ലോ ഷെയ്ഡിലേക്ക് തോന്നും. നമ്മൾ ഇത് അവിടെ നിൽപ്പുണ്ട്. അതിന് നല്ലൊരു സൈസാണ്. അതായത് ഒരു കിലോയ്ക്കകത്ത് വരെ തൂക്കം വരുന്നൊരു മാങ്ങയാണ്. പക്ഷേ കാലാപ്പാടി എന്ന് പറഞ്ഞാൽ ഒരു 250, 300 ഗ്രാം, 400 ഗ്രാം അതിനകത്തൊക്കെ വരത്തുള്ളൂ. പക്ഷേ ബെങ്ങനാപ്പള്ളി ഒരു കിലോയ്ക്കകത്ത് വരും മാക്സിമം സൈസ്. പക്ഷേ ടേസ്റ്റ് ആദ്യം നമ്മൾ ബെങ്ങനാപ്പള്ളി ഒരാടുത്ത് കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ബെങ്ങനാപ്പള്ളി കഴിച്ചിട്ട് പറയും അടിപൊളി മധുരം എന്ന് പറയും. പക്ഷേ രണ്ടാമത് നമ്മൾ കാലാപ്പാടി കൊടുത്തു കഴിഞ്ഞാൽ കാലാപ്പാടിയാണ് സൂപ്പർ എന്ന് തന്നെ പറയും. ഇത് നമ്മുടെ അടുത്ത പിള്ളേരാണ്. അവളുമാരും വന്നിട്ട് ആദ്യം ഞാൻ പറഞ്ഞാണെങ്കിൽ ബെങ്ങനാപ്പള്ളി കൊടുത്തു. ബെങ്ങനാപ്പള്ളിയാണ് ഇവളിപ്പോൾ എന്തൊക്കെ ഫസ്റ്റ് ഇവർക്ക് കഴിക്കുന്നത് നമ്മുടെ കാലാപ്പാടി വാങ്ങിയും മറ്റൊരാൾ കഴിക്കുന്നത് ബെങ്ങനാപ്പള്ളിയും. അവർ രണ്ടുപേരും ഫസ്റ്റ് ആദ്യം സൂപ്പറാന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും ഡിഫറൻസ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കാലാപ്പാടിക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ ചെടിച്ചട്ടിയിലോ പോട്ടിലൊക്കെ വെച്ച് നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിളായിട്ടുള്ളൊരു മാവെന്ന് പറയുന്നത് കാലാപ്പാടിയാണ്. പിന്നെ ബെങ്ങനാപ്പള്ളി സെക്കൻഡ് റോളിൽ വരും. അത്രയ്ക്ക് അടിപൊളി മാങ്ങയാണ്. ഇവരൊക്കെ കണ്ടോ കഴിച്ച് ടേസ്റ്റ് പറയുന്നതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള മാങ്ങകൾ നമ്മുടെ വീട്ടിൽ വെച്ച് ഇതുപോലെ ചെയ്ത് കഴിക്കാൻ കിട്ടുന്ന ആ ഒരു സന്തോഷം, മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ച് പറയുന്ന ആ ഒരു സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോട്ടിവേഷൻ നമ്മൾ വീണ്ടും കാരണം അതൊരു മോട്ടിവേഷൻ മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ കിട്ടുന്നൊരു മാങ്ങ നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കടയിൽ നിന്ന് കിട്ടുന്ന വാടിപ്പെടുത്ത മാങ്ങയൊന്നും അല്ല ഇത്. ഫ്രഷായിട്ട് നിൽക്കുന്ന മാങ്ങ. ഈ വർഷം പതിവില്ല കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാ മാങ്ങകൾക്കും കുറച്ച് മധുരമൊക്കെ കുറഞ്ഞു പോയി. ഞാനിത് കാലി. ഇവർക്ക് ഇതല്ല, ഇനി ഇതിൽ കൂടുതൽ മാങ്ങകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ പാവമാകുമ്പം ഇവർക്കും കൊടുക്കും. ഇവരെല്ലാം നല്ല താങ്ക്സ് പറഞ്ഞു. ടാറ്റ ബൈ ബൈ. ഓക്കെ.